ക്രിസ്തീയ വിശ്വാസികളോടും പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിലുള്ള എൻ്റെ സഹോദരീ സഹോദരങ്ങളോടും എനിക്ക് പ്രത്യേകമായി ഉണർത്തിക്കാനുള്ളത് എന്തെന്നാൽ, നമസ്കാരം, സ്വാഗതം, വണക്കം, വെൽക്കം. സിറോ മലബാർ സഭയുടെ പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി ഡയോസിസിൻ്റെ പശ്ചാത്തലത്തിൽ സ്ഥിതി ചെയ്യുന്ന വളരെ ദുഃഖദായകമായ, ക്രിസ്ത്യാനികൾക്കാകമാനം പൊതുജീവിതത്തിൽ അപമാനം മാത്രം സംഭാവന ചെയ്യുവാൻ പര്യാപ്തമായ സ്ഫോടനാത്മകമായ അവസ്ഥയെപ്പറ്റി ഞാൻ ദീർഘനാളുകളായി ചിന്തിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും പൂർവാധികമായ വ്യക്തതയോടെ മനസ്സിലാക്കുവാൻ അതെന്നെ സഹായിച്ചിട്ടുണ്ട്. അതിൽ ഉൾപ്പെടുന്ന ഒരു വിഷയത്തെ, പ്രത്യേകിച്ച് ദിവ്യബലിയുമായുള്ള ബന്ധത്തിൽ രണ്ട് കൂട്ടർ ചേരിതിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന ബലപ്രയോഗത്തെ ആസ്പദമാക്കി നമ്മുടെ ഇടയിൽ സാമാന്യ ബുദ്ധിയും മനുഷ്യത്വവും നിലനിൽക്കേണ്ടതിന് വേണ്ടി ചില ചിന്തകൾ പങ്കിടുന്നത് ഉചിതമാണ് എന്ന് ഞാൻ കരുതുകയാണ്. ക്രിസ്ത്യാനികളല്ലാത്തവർക്കും ഈ ചിന്തകൾ പ്രയോജനം ചെയ്യും. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മതമേഖലയിൽ 100% പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന അല്ലെങ്കിൽ കൊടുക്കപ്പെടുന്ന കാര്യങ്ങൾ. മനുഷ്യ ജീവിതത്തിൽ ഒരു പ്രയോജനവുമില്ലാത്ത കാര്യങ്ങളാണ്. പ്രയോജനമുള്ളവയ്ക്ക് വില കൊടുക്കാതെയും അല്ലെങ്കിൽ അർത്ഥം കൽപ്പിക്കാതെയും തീരെ പ്രയോജനമില്ലാത്തതിന് ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്യുന്ന ഏതാണ്ട് ഒരു വിധത്തിലുള്ള പരിശുദ്ധ ഭ്രാന്താണ് സംഘടിതമായ മതം എന്നത് നാം ഏവരും തിരിച്ചറിയേണ്ട നാളുകൾ വൈകിയിരിക്കുന്നു. അതിൻ്റെ ചരിത്രപരമായ പ്രസക്തിയെപ്പറ്റി ഞാൻ ഈ വീഡിയോയിൽ കൂടുതലായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം സമയം കൈവിട്ടു പോകും എന്നതുകൊണ്ട് മാത്രം. നമുക്ക് സിറോ മലബാർ സഭയുടെ ജീവിതത്തിൽ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രത്യേകമായ പ്രതിഭാസത്തെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ദിവ്യബലി, അതായത് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാനമായപ്പോൾ തൻ്റെ ശിഷ്യന്മാരുമായി ആഘോഷിച്ചു എന്ന് ക്രിസ്തീയ ലോകം പൊതുവെ വിശ്വസിക്കുന്ന ഈ അന്തിമ അത്താഴം, അതിൽ യേശു നിർദ്ദേശിക്കുന്നു, നിങ്ങൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. നിങ്ങൾ എന്ന് അവിടെ പറയുമ്പോൾ തൻ്റെ ശിഷ്യന്മാരോടാണിത് പറയുന്നത്. ആ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരു പുരോഹിതനുമില്ല. അതുകൊണ്ട് ഈ നിർദ്ദേശം പുരോഹിതന്മാർക്ക് ഒരു വിധത്തിലും ബാധകമല്ല. ഇത് യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് മാത്രം ആചരിക്കുവാൻ അവകാശമുള്ള ഒരു പ്രത്യേകമായ അനുഭവമാണ്, ആനുകൂല്യമാണ്. ആദിമ അപ്പോസ്തലന്മാർ മാത്രമേ യേശുവിൻ്റെ ശിഷ്യന്മാർ ആകുന്നുള്ളൂ എന്ന് ഞാനിതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. ആരൊക്കെ ശിഷ്യത്വത്തിൻ്റെ അച്ചടക്കത്തിലേക്ക് പ്രവേശിക്കുവാൻ കൂട്ടാക്കുകയും അതിൽ അല്പമെങ്കിലും വിജയിക്കുകയും ചെയ്തിട്ടുണ്ടോ, അവർ ആരായാലും, പുരോഹിതനാണെങ്കിലും വൈമേനിയാണെങ്കിലും സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും വൃദ്ധന്മാരാണെങ്കിലും യുവതീവാക്കന്മാരാണെങ്കിലും അല്ല പിഞ്ചു കുഞ്ഞുങ്ങളാണെങ്കിലും അവർക്ക് ഇത് ആചരിക്കുവാൻ അവകാശമുണ്ട്. നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണോ? നിങ്ങൾക്ക് എന്നെ ഓർക്കുവാൻ താല്പര്യമുണ്ടോ? എങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുവീൻ. സിറോ മലബാർ സഭയുടെ സാഹചര്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വലിയ സംഘർഷം, ഈ ദിവ്യബലി യുദ്ധം, അവിടെ ഏറ്റവും പൂർണ്ണമായും മറക്കപ്പെടുന്നത് യേശുവിനെയാണ്. യേശുവിനെ ഓർത്തുകൊണ്ട് പരസ്പരം ഈ വിഷം തുപ്പുന്ന പരിപാടി നടത്തുവാൻ സാധ്യമല്ല എന്ന് മുല കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അറിയേണ്ടതാണ്. പിന്നെ എന്തുകൊണ്ടാണ് അറിയാതെ പോകുന്നത്? യേശുവിനെ 100% മറന്നതുകൊണ്ടാണ്. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന്
കൽപ്പിച്ച് ആക്കിയ ഈ വിശുദ്ധ സക്രമെൻ്റ് അതാചരിക്കുന്ന, അതിൽ കാർമ്മികത്വം വഹിക്കുന്ന പുരോഹിതൻ കിഴക്കോട്ട് തിരിയണമോ പടിഞ്ഞാട്ട് തിരിയണമോ എന്നൊരൊറ്റ ചോദ്യത്തെ മാത്രം ആസ്പദമാക്കി പരസ്പരം മുഖത്ത് വിഷം തുപ്പുന്ന അവസ്ഥയിൽ യേശുവിനെ 100% മറന്നെങ്കിൽ മാത്രമേ ഈ കോലാഹലം കൊണ്ടു നടക്കാൻ ഒക്കത്തുള്ളൂ, നിലനിർത്താൻ ഒക്കത്തുള്ളൂ എന്ന് അറിയാൻ ഒരു പ്രയാസവുമില്ല. അതുകൊണ്ടിത് വിശുദ്ധ സംസർഗമല്ല, ഇത് ദിവ്യ ബലിയല്ല, ഇത് സഭാപരമായൊരു ഒരു എന്താണ് കോലടി. പണ്ടൊരു അങ്ങനെയൊരു ഒരു ഒരു കലാരൂപം ഉണ്ടായിരുന്നു, കോലടി, കുമ്മിയടി, കോലടി എന്നൊക്കെ പറയുന്നത് പോലെ. അല്ല, അതിന് യാതൊരു പ്രസക്തിയുമില്ല. എന്നാൽ എനിക്ക് ഏറ്റവും പ്രധാനമായി നിങ്ങളോട് പറയാനുള്ളത്, ഇതാണ് എല്ലാ മതത്തിലുള്ളവർക്കും പ്രയോജനം വരും എന്ന് ഞാൻ പറയുന്ന ആശയം. സംഘടിതമായ മതം 100% പ്രചരിപ്പിക്കുന്നതും വിശ്വാസത്തിൻ്റെ സാരാംശം എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കുന്നതും ജനങ്ങളെക്കൊണ്ട് വിശ്വസിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ ഒരു വ്യക്തിയുടെയും ജീവിതത്തിൽ അനുഭവവേദ്യമാകുവാൻ സാധ്യമായ കാര്യങ്ങളെ അല്ല. അത് കുറച്ചുകൂടെ വ്യക്തമാകുന്നതിന് വേണ്ടി ഞാൻ ഇംഗ്ലീഷിൽ ഒന്ന് പറയട്ടെ. The so-called items of belief that every organized religion propagates and instills into its followers or its practitioners have absolutely no bearing on the practical life of the people. മനുഷ്യരുടെ പ്രായോഗികമായ ജീവിതത്തിൽ, അവരുടെ അനുഭവങ്ങളിൽ യാതൊരു പ്രസക്തിയുമില്ലാത്ത കാര്യങ്ങൾ മാത്രമാണ് 100% സംഘടിത മതം, അതായത് പൗരോഹിത്യത്തിൻ്റെ കാർമ്മികത്വത്തിൽ അവരുടെ മേൽക്കോയ്മയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഈ മതം, അത് ഏറ്റവും ഊന്നലോടുകൂടെ പ്രചരിപ്പിക്കുന്നതും ആചരിക്കുന്നതിന് വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിക്കുന്നതും ആ ആചരണത്തിൽ കൂടെ മാത്രമാണ് അടുത്ത വരുവാനുള്ള ലോകത്തിൽ, അല്ല വരുവാനുള്ള ജന്മത്തിൽ പുണ്യം പ്രാപിപ്പാൻ സാധിക്കുന്നത് എന്ന 100% സത്യം തൊട്ടുതൊടിച്ചിട്ടില്ലാത്ത പച്ചക്കള്ളം പറഞ്ഞ് മനുഷ്യരെ വഴിതെറ്റിക്കുന്നത്, അവരുടെ ജീവിത അനുഭവങ്ങളോട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ അതിന് വലിയ വലിയ ആത്മീക ദൈവികമായ പരിവേഷം അണിയിച്ചിട്ടാണ് എന്ന് നാം മനസ്സിലാക്കണം. നിങ്ങൾ വിശ്വാസ പ്രമാണങ്ങൾ മുഴുവനും പരിശോധിച്ച് നോക്കൂ. അതിലേതെങ്കിലും ഒരൈറ്റത്തിൽ നിങ്ങളുടെ ജീവിത അവസ്ഥയുമായി എന്തെങ്കിലും അതിനോട് അടുത്ത് വരുന്ന ഒരു അനുഭവമോ സാഹചര്യമോ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ കന്യമറിയാൻ ഗർഭം ധരിച്ചു, അല്ലെങ്കിൽ യേശു ഉയർത്തെഴുന്നേറ്റു, അല്ലെങ്കിൽ അവൻ പാതാളത്തിലേക്ക് പോയി, അവൻ അവിടെ നിന്ന് തിരിച്ചു വന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതെല്ലാം അസത്യമാണെന്നല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ പറയുന്നത് തെറ്റ് ശരി. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രായോഗികമായ ഒരു അംശത്തെയും അറിയാതെ പോലും വിദൂരമായപ്പോലും സ്പർശിക്കാത്ത കാര്യങ്ങൾ മാത്രമാണ് വിശ്വാസത്തിൻ്റെ അംശങ്ങളായി നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നത്. അതാണ് നാം അള്ളിപ്പിടിച്ച് നിൽക്കുക. എന്നാൽ നമ്മുടെ പ്രാവർത്തിക വ്യാവഹാരിക ജീവിതത്തിൽ നാം വിശ്വസിക്കുന്നത് മുഴുവനും അനുഭവത്തിൽ കൂടെ നമുക്ക് തിരിച്ചറിയുവാൻ സാധ്യമായ കാര്യങ്ങളാണ്. ഉദാഹരണമായിട്ട്, തീയിൽ തൊട്ടാൽ കൈ പൊള്ളും. അത് കേട്ടുകേഴ്വിയോ ഐഹികമോ അല്ല. അങ്ങനെ നാം തൊട്ടപ്പോഴൊക്കെ കൈ പൊള്ളിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഉയരത്തിൽ നിന്ന് ചാടിയാൽ വീണ് കാലൊടിയും. അല്ലെങ്കിൽ നന്നായി അധ്വാനിച്ചാൽ എൻ്റെ ഫലം കിട്ടും. അറിവ് വർദ്ധിച്ചാൽ കൂടുതൽ ഫലപ്രദമായി ജീവിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം മനസ്സിലാക്കിയത്, ഇതെല്ലാം നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രമാണം. 2 തരത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങൾ നമുക്കുണ്ട്. ഒന്ന്, നമ്മുടെ ഓരോരുത്തരുടെയും പ്രായോഗിക വ്യാവഹാരിക ജീവിതം
നിലനിന്ന് പോകുന്നത് ഒരു വലിയ വിശ്വാസ പ്രമാണങ്ങളുടെ സംഹിതയിൽ കൂടെയാണ്. A practical life is organized in terms of a huge body of beliefs. ഇതാരും എന്തുകൊണ്ടോ ചിന്തിക്കുന്നില്ല. നാം നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിഗണിക്കുമ്പോൾ നമുക്കറിയാം, നാം ജീവിക്കുന്നത് ഈ പ്രാവർത്തിക ജീവിതത്തെ പറ്റിയുള്ള നമ്മുടെ അനേകമായ വിശ്വാസ പ്രമാണങ്ങൾ. ഞാൻ പറഞ്ഞതുപോലെ തീയിൽ തൊട്ടാൽ കൈപൊള്ളും, അല്ലെങ്കിൽ അഴുക്ക് വെള്ളം കുടിച്ചാൽ വയറിളകും, അല്ലെങ്കിൽ കള്ള് കുടിച്ചാൽ കരൾ അലിഞ്ഞു പോകും, അല്ലെങ്കിൽ മടി കൊണ്ടിരുന്നാൽ നീ അവിടെ കിടന്ന് ഉണങ്ങിപ്പോകും, മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നാം വിശ്വസിക്കുകയാണ്. അതും വിശ്വാസമാണ് എന്ന് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ എന്നാൽ ഈ വിശ്വാസങ്ങൾക്ക് മുഴുവനും നമ്മുടെ വ്യാവഹാരിക ലോകത്തിൽ നാം വെച്ച് പുലർത്തുന്ന എല്ലാ വിശ്വാസ പ്രമാണങ്ങൾക്കും നമ്മുടെ അനുഭവങ്ങളുമായി അഭേദ്യമായ ബന്ധമുണ്ട്. എന്നാൽ മതജീവിതത്തിലേക്ക് വരുമ്പോൾ അതിൽ നാം വെച്ച് പുലർത്തുന്ന ഒരു വിശ്വാസ പ്രമാണത്തിനും നമ്മുടെ അനുഭവവുമായി യാതൊരു ബന്ധവുമില്ല. അപ്പം വിശ്വാസ പ്രമാണത്തിൻ്റെ ഏറ്റവും കാതലായ ഭാഗം ദൈവമാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് അതിനെപ്പറ്റി നമുക്ക് യാതൊരു അനുഭവവുമില്ല. ദൈവത്തെ ആരും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ദൈവം എവിടെയാണ് എന്ന് നമുക്കറിയില്ല. അവൻ്റെ വഴികൾ അഗോചരമാണ്, ആർക്കും അറിയാൻ സാധ്യമല്ല. ദൈവഹിതം എന്താണ് അറിയാൻ വയ്യ. പിന്നെ അത് അറിയാമെന്ന് പറഞ്ഞ് പച്ചക്കള്ളം പറഞ്ഞ് നടക്കുന്ന പുരോഹിതന്മാരുണ്ട്, അല്ലെ ദൈവദാസന്മാരുണ്ട്, അല്ലെ പ്രവാചകന്മാരുണ്ട്. ഇവരൊക്കെ വെറും കള്ളമാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ ജനം കൂട്ടാക്കാത്തത് കൊണ്ട് അവരവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ദൈവദാസന്മാരെയും ദൈവഹിതം തിരിച്ചറിയുവാനുള്ള എക്സ്പെർട്ടീസ് പ്രാപിച്ച ഈ നല്ല പടുകള്ളന്മാരെയും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. അപ്പോൾ അറിയാം ഇവർ കള്ളം മാത്രം പറഞ്ഞ് ഉപജീവനം നയിക്കുന്നവരാണ് എന്ന് തിരിച്ചറിയുവാൻ യാതൊരു പ്രയാസവുമില്ല. നാം ആരും ദൈവത്തെ കണ്ടിട്ടില്ല. ദൈവം സൃഷ്ടിക്കുന്നത് നാം കണ്ടിട്ടുമില്ല. ദൈവം എവിടെയായിരിക്കുന്നത്, ദൈവത്തിൻ്റെ രൂപം എന്താണ്, സ്വഭാവം എന്താണ്, അതിനെപ്പറ്റി നമുക്കൊന്നും അറിഞ്ഞുകൂടാ. നമുക്കതിനെപ്പറ്റി നമ്മുടെ അനുഭവത്തിൽ യാതൊരു കണിക പോലുമില്ല. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രമെന്ന് നാം പറയുന്നു. ഇത് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ദൈവമില്ല എന്നോ ദൈവത്തിൽ വിശ്വസിക്കരുത് എന്നുള്ളതല്ല എൻ്റെ പക്ഷം. ഞാൻ പറയുന്നത് മതപരമായ മേഖലയിൽ നാം പ്രവേശിക്കുമ്പോൾ, അത് സംബന്ധമായ കാര്യങ്ങളിൽ നാം ഇടപെടുമ്പോൾ നാം എപ്പോഴും നമ്മെ തന്നെ ഓർമ്മിപ്പിക്കേണ്ട സുപ്രധാനമായൊരു മർമ്മത്തെ ഞാനൊന്ന് അടയാളപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഞാൻ അവതരിപ്പിക്കുന്ന ആശയങ്ങൾ അതിൻ്റെ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്ന് ഞാൻ എല്ലാവരോടും വിനീതമായി അപേക്ഷിക്കുകയാണ്. എന്തുകൊണ്ടാണ് നാം ഇത് തിരിച്ചറിയേണ്ടത്? ഈ ലോകത്തിൽ മനുഷ്യൻ ബുദ്ധിപരമായി സമചിത്തതയോടെ മനുഷ്യത്വത്തോടുകൂടെ പ്രവർത്തിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അവൻ്റെ അറിവും അനുഭവവും തമ്മിലുള്ള പൊരുത്തമാണ്. അവൻ്റെ യുക്തിയും അവൻ്റെ പ്രവൃത്തിയും തമ്മിലുള്ള പൊരുത്തമാണ്. അവൻ്റെ നിലപാടും ലോക യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള പൊരുത്തമാണ്. ഞാൻ മറ്റൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഇവ തമ്മിലുള്ള ഈ പൊരുത്തം അവസാനിച്ച് ഒന്ന് മറ്റതുമായി ബന്ധം വിട്ടുപോകുമ്പോൾ ആ അവസ്ഥയുടെ പേരാണ് ഭ്രാന്ത് എന്നുള്ളത്. ഉദാഹരണമായിട്ട് ഒരുത്തൻ്റെ അവസ്ഥയിൽ അവൻ നോക്കുന്നിടത്തെല്ലാം ശത്രുക്കളാണ്. ഒരു വ്യക്തി പോലും അവിടെ വേണമെന്നില്ല. അല്ലെങ്കിൽ മറ്റൊരാളുടെ വ്യക്തിയിൽ അവൻ നിൽക്കുന്നത് ഒരു വലിയ പൂന്തോട്ടത്തിലാണ്, നിൽക്കുന്നത് വണ്ടി ഓടുന്ന വഴിയിലായിരിക്കും. പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ നിൽക്കുന്ന ഏലം തോട്ടത്തിലാണ്. ഈ ഭ്രാന്താശുപത്രിയിലൊക്കെ പോയാൽ ഞാൻ നെഹ്റുവാണ്, ഞാൻ മഹാത്മാഗാന്ധിയാണ്
എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അവർ നെഹ്റു ആണെന്നോ ഗാന്ധിയാണെന്നോ അർത്ഥമില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അവരുടെ സങ്കല്പങ്ങളും അവരുടെ വ്യക്തിപരമായ അവസ്ഥയിൽ നിന്നുള്ള ബന്ധം 100% വിച്ഛേദിക്കപ്പെട്ടു. അതാണ് ഭ്രാന്തിൻ്റെ ആ പ്രാവർത്തികമായ വശം. ദ പ്രാക്ടിക്കൽ ട്രൂത്ത് അബൌട്ട് ഇൻസാനിറ്റി ഈസ് ദ കംപ്ലീറ്റ് സെവറൻസ് ഓഫ് ദ കൊറസ്പോണ്ടൻസ് ബിറ്റ്വീൻ റിയാലിറ്റി ആൻഡ് വൺസ് സബ്ജക്റ്റീവ് സ്റ്റേറ്റ്. ഇപ്പം ഞാൻ നാളെ തൊട്ട് പറയുകയാണ് ഞാൻ യേശുക്രിസ്തുവാണ് എന്ന് പറഞ്ഞു നാളെ ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ യേശുക്രിസ്തു ആകുന്നില്ല. ഇപ്പോൾ ഒരുത്തൻ ചില പ്രാർത്ഥനാക്രമത്തിൽ കൂടെ 5.5 മീറ്റർ തുണി കൊണ്ട് കുപ്പായമിട്ട് അന്ന് തൊട്ട് പറഞ്ഞു നടക്കുകയാണ് ഞാൻ പരിശുദ്ധനാണ്. അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, അവന് ഭ്രാന്തായി എന്നതിനർത്ഥമുള്ളൂ. അവൻ്റെ വ്യക്തിപരമായ അവസ്ഥയിൽ, അവൻ്റെ സ്വഭാവത്തിൽ, അവൻ്റെ അഭിരുചിയിൽ, കാഴ്ചപ്പാടിൽ, അവൻ്റെ ബൗദ്ധികവും ആധ്യാത്മികവുമായ കഴിവ് നിലപാടിൽ യാതൊരു മാറ്റവും വരികയില്ല. 1 മണിക്കൂർ അല്ല 2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പട്ടം കൊട ശുശ്രൂഷയിൽ ഒരുത്തിനെ പിടിച്ചു നിർത്തിയിട്ട് ഒരു മെത്രാൻ അവൻ്റെ തലയിൽ കൈവച്ചു. അത് തോമാസ് ലീഹായുടെ കാലം തൊട്ട് ഇങ്ങനെ തുടർന്നു വരുന്ന കൈവയ്പ്പാണെന്ന് മനസ്സിലാക്കണം. അത് തന്നെ ഭ്രാന്താണ്, മുഴുവൻ ഭ്രാന്താണത്. അത് എൻ്റെ തലയിൽ വന്ന് ഒട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്നെ പരിശുദ്ധനാകുന്നു എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കണമെങ്കിൽ എൻ്റെ അവസ്ഥയും എൻ്റെ യാഥാർത്ഥ്യവും തമ്മിലുള്ള ബന്ധം 100% അറ്റുപോയെങ്കിൽ മാത്രമേ അത് ശരിയാണ്, എന്നെപ്പറ്റിയത് ശരിയാണ് എന്ന് വിശ്വസിക്കുകയും അപ്രകാരം ജനങ്ങളുടെ മുമ്പിൽ അഭിനയിക്കുകയും ചെയ്യാൻ സാധ്യമാകുകയുള്ളൂ എന്ന് ദയവായി മനസ്സിലാക്കുക. ഇതിൽ ഒരു വിധത്തിലുള്ള അധികം ആളുകൾക്ക് ശല്യം ചെയ്യാത്ത ഭ്രാന്തുണ്ട്. ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഇൻസാനിറ്റി ഈസ് അറ്റ് വർക്ക്. ഇത് ദയവായി മനസ്സിലാക്കുക. ഇനിയും അനേക ഉദാഹരണങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുമെങ്കിലും നമുക്കിനിയും ഈ ദിവ്യബലിയിലേക്ക് മാത്രം തിരിച്ചു വരാം. നിങ്ങൾ ഒന്ന് വിഭാവന ചെയ്ത് നോക്കണം. ഞായറാഴ്ചയായി നിങ്ങൾ ദേവാലയത്തിലേക്ക് പോകുന്നു, അവിടെ ആരാധന ആരംഭിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ദിവ്യബലിയുടെ, അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റൻ്റുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ വിശുദ്ധ സംസർഗത്തിൻ്റെ സമയമായി. അപ്പോൾ പുരോഹിതൻ ഇങ്ങനെ വളരെ നാടകീയമായി ദൈവം ഇരിക്കുന്നു എന്ന് പറയുന്ന ആ അൾത്താരയിൽ ദൈവത്തിന് ശരിക്കും കുണ്ടി ഉറപ്പിച്ചിരിക്കാനുള്ള സ്ഥലം ഈ അൾത്താരയാണ് എന്ന് നാം ഭയഭക്തിയായിട്ട് വിശ്വസിക്കുകയാണ്. അതാണ് ഭ്രാന്തെന്ന് ഞാൻ പറയുന്നത്. അവിടെ മാത്രമേ ദൈവം ഇരിക്കത്തുള്ളൂ. പക്ഷേ ദൈവം എന്താണ്? സർവ്വവ്യാപിയാണ്, ഓംനി പ്രസൻ്റാണ്. പക്ഷേ ഇവിടെ മാത്രമേ ഇരിക്കത്തുള്ളൂ. ഇത് ഭ്രാന്തല്ലെങ്കിൽ പിന്നെ എന്താണ്? ദയവായി ചിന്തിക്കുക. അത് പോട്ടെ, അതും സാരമില്ല. അപ്പോൾ കത്തോലിക്ക പുരോഹിതൻ അവൻ അപ്പവും വീഞ്ഞും എടുക്കുന്നു. ഈ അപ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പമല്ലാത്തതാണ് അപ്പം എന്ന് പറയുന്നത്. അതാണ്ട് ഗോതമ്പ് കൊണ്ട് പുളിപ്പില്ലാതെ ഏതാണ്ട് കടലാസ് പോലെ കന്യാസ്ത്രീകളുണ്ടാക്കുന്ന ഒരു വൈകൃതത്തെയാണ് ഈ അപ്പം എന്ന് പറയുന്നത്. ആരുടെയും അപ്പം എന്ന് പറയുന്നത് നമ്മൾ അടക്കേണ്ട കാര്യമാണ്. ലോകത്തിൽ ആരുടെയും വിശപ്പടക്കാൻ പര്യാപ്തമല്ലാത്തത് എന്താണോ അതിനെയാണ് അപ്പമായിട്ട് ഈ അൾത്താരയുടെ പശ്ചാത്തലത്തിൽ വരുമ്പോൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ തന്നെ യാഥാർത്ഥ്യങ്ങളും അനുഭവവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഇണപിരിയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. ദ ഡിവോഴ്സ് ബിറ്റ്വീൻ അപ്പിയറൻസ് ആൻഡ് റിയാലിറ്റി, ക്ലെയിം ആൻഡ് റിയാലിറ്റി, പ്രിറ്റൻഷൻ ആൻഡ് റിയാലിറ്റി. അതിനെങ്ങനെയാണ് അപ്പമായിട്ട് നാം സ്വീകരിക്കുന്നത്? പോട്ടെ, സാരമില്ല, സ്വീകരിക്കാം. പിന്നെ വീഞ്ഞ് എന്ന് പറഞ്ഞു തരുന്ന ഒരിക്കലും വീഞ്ഞായിരിക്കുകയില്ല. കത്തോലിക്കർ എനിക്കറിയില്ല, കത്തോലിക്കർക്ക് വീഞ്ഞ് കൊടുക്കാനൊക്കെ കാരണം കന്യാസ്ത്രീകളുടെ മഠങ്ങളിൽ നല്ല ഒന്നാന്തരമായിട്ട് നല്ല വീഞ്ഞ് ഉണ്ടാക്കാൻ അവർക്കറിയാം. പക്ഷേ കത്തോലിക്കരല്ലാത്തവർക്ക് ഒരിക്കലും വീഞ്ഞ് കിട്ടത്തില്ല. അവർക്ക് കിട്ടുന്ന മുന്തിരിച്ചാറാണ്. അവിടെയും കള്ളമാണ്. ഈ വീഞ്ഞെന്ന് പറഞ്ഞ് കൊടുക്കുന്നത് മുന്തിരിച്ചാറാണ്. അതും നല്ല മുന്തിരിച്ചാറല്ല, ഡയല്യൂട്ട് ചെയ്ത് വെള്ളം ഒഴിച്ച് അഡൾട്രേറ്റ് ചെയ്ത മുന്തിരിച്ചാറാണ് കൊടുക്കുന്നത്. എന്നിട്ട് പറയുന്നത് ഇത്
എൻ്റെ രക്തം എന്ന് പറയും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇത് അപ്പവും വീഞ്ഞുമാണ് എന്ന് നമുക്ക് 100% കണ്ണുമടച്ച് വിശ്വസിക്കാം. അല്ലെങ്കിലും നമുക്കങ്ങനെ വിശ്വസിക്കാം. കത്തോലിക്ക സഭയുടെ പഠിപ്പീരെന്താണ്? ഒരു പുരോഹിതൻ വന്ന് കശപിശു 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 ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അത് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശരീരവും രക്തവുമായി രൂപാന്തരപ്പെടുന്നു. ട്രാൻസബ്സ്റ്റാൻസിയേഷൻ എന്നൊരു നല്ല വാക്കും കണ്ടുപിടിച്ചു. ഇത് യാഥാർത്ഥ്യത്തോടുള്ള 100% ബന്ധം വിച്ഛേദിക്കുന്ന പരിപാടിയാണ് എന്ന് മനസ്സിലാക്കാൻ എന്താണ് പ്രയാസം? നിങ്ങൾ യേശുവിൻ്റെ ശരീരമെന്ന് പറഞ്ഞ് സ്വീകരിക്കുന്ന ഈ അപ്പം, ഈ വീഞ്ഞ് നിങ്ങൾ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലേതെങ്കിലും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് ഇത് കൈക്കൊണ്ട ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അത് യേശുവിൻ്റെ ശരീരരക്തങ്ങളായി നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? അത് അങ്ങനെയായി അനുഭവിച്ചിട്ട് അതിൻ്റെ എന്തെങ്കിലും ഒരു ഗുണഫലം നിങ്ങളുടെ വ്യക്തിത്വത്തിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങളുടെ സത്യത്തെ 100% ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ ഈ ഭക്തിയുടെ നാടകത്തെ കണ്ണുമടച്ച് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് ഇതിനകത്ത് ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത്. ഇനിയും ഈ സംഘർഷത്തിൻ്റെ കാര്യത്തെപ്പറ്റി ഒരു കാര്യം പറയാൻ നിർത്താം. ഇത് പ്രധാനമായി ഇത് പറയാനാണ് ഞാൻ ഈ പശ്ചാത്തലം ഇത്രയും വിശദീകരിച്ച് പറയേണ്ടി വന്നത്. സിറോ മലബാർ സഭയുടെ ഇപ്പോൾ ആ പ്രശ്നം, പുരോഹിതൻ കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കണോ പടിഞ്ഞാട്ട് തിരിഞ്ഞ് നിൽക്കണോ, ജനത്തെ അഭിമുഖീകരിക്കണോ അതോ അഭിത്തിയെ അഭിമുഖീകരിക്കണം, അല്ലെങ്കിൽ ദൈവത്തെ അഭിമുഖീകരിക്കണം? ദൈവം അവിടെ ആണല്ലോ, അവിടെ ആയിരിക്കും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ട്രാൻസബ്സ്റ്റാൻസിയേഷൻ എന്ന് പറയുന്ന വളരെ വിചിത്രമായ ഈ ഒരു ആശയം, അതായത് ഈ അപ്പവും വീഞ്ഞും യഥാർത്ഥത്തിൽ യേശുവിൻ്റെ മാംസ രക്തങ്ങളായി രൂപാന്തരപ്പെടുന്നു. പുരോഹിതൻ പ്രാർത്ഥന ചെയ്തതുകൊണ്ട് ആ അപ്പം ഇനി അപ്പമല്ല, അത് പിന്നെയോ അത് യേശുവിൻ്റെ ശരീരമാണ്, മാംസമാണ്, നോൺ വെജിറ്റേറിയനാണ്. ഈ വീഞ്ഞല്ല, യേശുവിൻ്റെ രക്തമാണ്. എന്നാൽ പിന്നെ അത് കൊണ്ടുപോയി അങ്ങ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തിയാൽ പോരെ? അത് ചെയ്ത് കാണിച്ചു കൊടുക്കുക, അപ്പം വിശ്വസിക്കാം. പുരോഹിതൻ ആശീർവദിച്ച ഈ വീഞ്ഞ് കൊണ്ട് ഐസിയുയിൽ കിടക്കുന്ന രോഗികളുടെ വെയിനിൽ ഒന്ന് ട്രാൻസ്ഫ്യൂസ് ചെയ്ത് നോക്ക്. അത് വിശ്വാസമാണല്ലോ. കത്തോലിക്കൻ്റെ തന്നെ വെയിനിൽ ഈ പുരോഹിതൻ ശുദ്ധീകരിച്ച് അനുഗ്രഹിച്ച് വച്ചിരിക്കുന്ന ഒരിക്കൽ വീഞ്ഞായിരുന്ന ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈക്രിയയുടെ ഗുണം കൊണ്ട് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ രക്തമായി തീർന്ന ഈ ഒരു വസ്തുവിനെ ഐസിയുയിൽ കിടക്കുന്ന രോഗിക്ക് ഇൻട്രാവീനസ് ഇഞ്ചക്ഷനായിട്ടൊന്ന് കൊടുത്തു നോക്കി, അപ്പോൾ കാണാം അവൻ്റെ ഗുണം. അപ്പോൾ ഇതാണ് പരിപാടി. ഈ ഒരു പ്രക്രിയയാണ് അങ്ങോട്ട് തിരിയണോ ഇങ്ങോട്ട് തിരിയണോ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് അല്പം ബുദ്ധിയുണ്ടെങ്കിൽ, ബുദ്ധി വേണമെന്നല്ല ഞാനീ പറയുന്നത്, ബുദ്ധിയുണ്ടെങ്കിൽ ഈ പുരോഹിതൻ്റെ ഈ ക്രിയയിൽ കൂടെ ഈ അപ്പത്തെയും വീഞ്ഞിനെയും യേശുവിൻ്റെ ശരീരരക്തങ്ങളായി രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു പുരോഹിതൻ കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ പടിഞ്ഞോട്ടാണ് എന്ന് വരുത്തി വെക്കാനും, അല്ല പടിഞ്ഞാട്ട് തിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അവൻ കിഴക്കോട്ടാണ് തിരിഞ്ഞ് നിൽക്കുന്നത് എന്ന് വരുത്തി വെക്കാനും പ്രയാസം എന്താണ്? അപ്പത്തെയും വീഞ്ഞിനെയും യേശുവിൻ്റെ ശരീരമായും രക്തമായും രൂപാന്തരപ്പെടുത്തുന്നതിനേക്കാൾ എളുപ്പമാണ് ഒരു പുരോഹിതൻ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്നാൽ യഥാർത്ഥത്തിൽ അവൻ പടിഞ്ഞാട്ടാണ് തിരിഞ്ഞു നിൽക്കുന്നത്, അല്ല പടിഞ്ഞോട്ടാണ് തിരിഞ്ഞു നിൽക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ അവൻ കിഴക്കോട്ടാണ് തിരിഞ്ഞു നിൽക്കുന്നത് എന്ന് വരുത്തി വെക്കാൻ എന്താണ് പാട്? ഈ ട്രാൻസബ്സ്റ്റാൻസിയേഷൻ എന്ന് പറയുന്ന ആശയം യഥാർത്ഥത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കിതിനെപ്പറ്റി ഒരിക്കലും കലഹിക്കാൻ സാധ്യമല്ല, അവകാശമില്ല. കാരണം ധാതുവിനെ മെറ്റീരിയൽ ഓബ്ജക്റ്റായ അപ്പത്തെയും വീഞ്ഞിനെയും
അഭൗമമായ യേശുവിൻ്റെ ശരീരവും രക്തവുമായ യഥാർത്ഥത്തിൽ ആക്ഷരീകമായി രൂപാന്തരപ്പെടുത്താൻ പര്യാപ്തമായ ഒരു ശുശ്രൂഷയാണ് പുരോഹിതൻ്റെ കാർമ്മികത്വത്തിൽ ഞായറാഴ്ച തോറും നടത്തപ്പെടുന്നത് എങ്കിൽ ആ പ്രക്രിയയിൽ ദിശകളെയും ട്രാൻസബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാമല്ലോ, രൂപാന്തരപ്പെടുത്താമല്ലോ. അപ്പോൾ കിഴക്കും പടിഞ്ഞാറും തമ്മിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാകാൻ സാധ്യമല്ല. നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ തന്നെ പടിഞ്ഞാട്ട്, നിങ്ങൾ പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ തന്നെ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്നു. പിന്നെ എവിടെയാണ് ഇതിൻ്റെ പ്രശ്നം? എവിടെയാണ്? പക്ഷെ അത് മാത്രം ആരും ചിന്തിക്കുകയില്ല. കാരണം എന്താണ്? മതത്തിൻ്റെ മേഖലയിൽ വരുമ്പോൾ ആരും ചിന്തിക്കരുത്. എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത്? അതിൻ്റെ മൂലമർമ്മമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. മതം നിലനിന്ന് പോകുന്നത് തന്നെ മനുഷ്യൻ്റെ ചിന്താശക്തിയും അവൻ്റെ യഥാർത്ഥ ബോധം, റിയാലിറ്റി, സെൻസ് ഓഫ് റിയാലിറ്റി, അത് തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കുമ്പോഴാണ്. റിലിജിയൻ സർവൈവ്സ് ഓൺലി ബൈ ഡീലിങ്കിങ് ഓർ സ്നാപ്പിംഗ് the connection between the world of reality and a person's belief. എന്നാൽ ഈ ഒരു മർമ്മം ആശ്രയിച്ച് നമുക്ക് ഈ വ്യാവഹാരിക ലോകത്തിൽ, പ്രാവർത്തിക ലോകത്തിൽ ജീവിക്കാൻ സാധ്യമേ അല്ല. ഉദാഹരണമായിട്ട് ശാസ്ത്രം പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ പെരയുടെ മുകളിൽ കയറി ചാടിയാൽ ഭൂമിയുടെ ആകർഷണ ശക്തി ഉണ്ട്, ഗ്രാവിറ്റേഷണൽ പുൾ ഉണ്ട്, നിങ്ങൾ താഴെ വീണ് നിങ്ങളുടെ കാലും കൈ ഓടിയും. അപ്പോൾ നിങ്ങൾ പറയാനില്ല, ഞാൻ വിശ്വസിക്കുന്നു. സാധാരണ ലോകം അങ്ങനെയാണെങ്കിലും എൻ്റെ വിശ്വാസത്തിന് എന്നെ രക്ഷിക്കുവാൻ ശക്തിയുണ്ട്, അതുകൊണ്ട് ഞാൻ ചാടും. ഒന്ന് ചാടി നോക്കിക്കേ, അപ്പോഴറിയാം. അല്ല, ഒരു മകളോ മകനോ സ്കൂളിലും അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്നുണ്ട്. വ്യാവഹാരിക ലോകത്തിൽ നല്ലതായി പഠിച്ചാൽ മാർക്ക് കിട്ടും, ജയിക്കും. ഞാൻ കത്തോലിക്കനായതുകൊണ്ട് ഞാൻ പഠിക്കത്തില്ല. അല്ല, എൻ്റെ മകനോ മകളോ കത്തോലിക്കനായതുകൊണ്ട് അവർക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരുടെ വിശ്വാസത്തിൻ്റെ ആ വീര്യം കൊണ്ട് അവർ പരീക്ഷാ ഹാളിൽ പോയിരുന്ന് എഴുതുമ്പോൾ അവർ ചുമ്മാതെ വരച്ചുകൊണ്ട് ഡൂഡിൽ ചെയ്തുകൊണ്ടിരുന്നാലും അത് വലിയ ഏറ്റവും നമ്പർ 1 ആൻസറായിട്ട് മാറും. ട്രാൻസബ്സ്റ്റാൻസിയേഷൻ. ഞാനിങ്ങനെ വരച്ചുകൊണ്ടിരുന്നാൽ അത് ട്രാൻസബ്സ്റ്റാൻഷിയേറ്റ് ചെയ്ത് ലോകത്തിലെ ഏറ്റവും മഹത്തരമായ ആൻസറാകുകയും എൻ്റെ മകനും മകൾക്കും യൂണിവേഴ്സിറ്റി നമ്പർ 1 റാങ്ക് കിട്ടും എന്നൊന്ന് വിശ്വസിച്ച് നോക്കി. നാം വസിക്കുന്ന ലോകം പ്രവർത്തിക്കുന്നത് നമ്മുടെ വിശ്വാസവും അനുഭവവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിലാണ്. പക്ഷേ മതം പ്രവർത്തിക്കുന്നത് നമ്മുടെ അനുഭവവും നമ്മുടെ വിശ്വാസവും തമ്മിൽ ഒരു കാലത്തും പൊരുത്തമില്ലാത്തത് കൊണ്ടാണ്. ഇത് വളരെ വിചിത്രമായൊരു വിരോധാഭാസമായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഇതുകൊണ്ട് ദൈവമില്ല എന്നോ ദൈവത്തിൽ വിശ്വസിക്കരുത് എന്നോ വേദപുസ്തകം പറയുന്നത് മുഴുവനും കള്ളമാണെന്നോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ നാം തിരിച്ചറിയേണ്ട ഒരു വലിയ മർമ്മം ഇതാണ്. നാം കൂടുതൽ മതപരമായ വികാരങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ യാഥാർത്ഥ്യബോധം, സെൻസ് ഓഫ് റിയാലിറ്റി വളരെ കുറഞ്ഞു വന്ന് നമ്മളേതോ കാൽപ്പനികമായ ഒരു ലോകത്തിൽ വസിച്ച് അവിടെ തളച്ച് നിലനിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ വസിക്കുവാൻ ആവശ്യമായ കഴിവുകൾ വേണ്ടതുപോലെ വളർത്തിയെടുക്കുവാൻ കഴിയാതെ വി ബിക്കം അൺഫിറ്റ് ഫോർ ലൈഫ്. ദയവായി മനസ്സിലാക്കുക, വളരെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ദ മോർ റിലീജിയസ് യു ആർ, ദ മോർ അൺഫിറ്റ് ഫോർ ലൈഫ് യു ബിക്കം. ഞാൻ സത്യമായി നിങ്ങളോട് പറയുകയാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങൾ കൂടുതൽ മതതീഷ്ണതയിൽ ആണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് ദൈവം നൽകിയ ഈ ജീവനെയും ജീവിതത്തെയും വേണ്ടതുപോലെ നിലനിർത്തുവാനോ പ്രയോജനപ്പെടുത്തുവാനോ കഴിയാതെ വരുന്നു. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനുമാണ് എങ്കിൽ അതിന് ഘടകവിരുദ്ധമായ അവസ്ഥയിലേക്ക് മനുഷ്യനെ ചവിട്ടിത്താഴ്ത്തുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ്
യേശുവിൻ്റെ പേരിൽ സൃഷ്ടിക്കപ്പെട്ട മതം പോലും, ക്രിസ്തീയ മതം പോലും, എല്ലാ മതങ്ങളും അപ്രകാരം തന്നെയാണ്. അതുകൊണ്ടാണ് മതത്തിൻ്റെ മേഖലയിൽ വരുമ്പോൾ എന്തും ചെയ്യാം, ദൈവത്തിൻ്റെ പേരിൽ എന്തും ചെയ്യാം. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് രാം ജന്മഭൂമി മൂവ്മെൻറ്റിൽ എക്കാലത്തും അലയടിച്ച് നിന്നിരുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. എന്താണ്? ഫെയ്ത്ത് ഈസ് എബവ് ഫാക്ട്സ്. എൻ്റെ പേരാണ് ഭ്രാന്ത് എന്നുള്ളത്. ഫെയ്ത്ത് ഈസ് എബവ് ഫാക്ട്സ്. അതായത് എൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു കാര്യത്തിനും യാഥാർത്ഥ്യബോധം ഉണ്ടാകേണ്ട കാര്യമില്ല. ഫെയ്ത്ത് ഈസ് എബവ് ഫാക്ട്സ്. ഇപ്പോൾ ഞാൻ പറയുകയാണ്, യേശു ജനിച്ചത് എൻ്റെ വീടിൻ്റെ പുറകിലാണ്. ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചാൽ അതാണ് പരമമായ സത്യം. അതിൻ്റെ പേരാണ് ഭ്രാന്ത് എന്നുള്ളത്. 90 വർഷങ്ങൾക്ക് മുൻപ് ജനിച്ചൊരു വ്യക്തി ഈ ഇട്ടാവട്ടത്തിലാണ് ജനിച്ചതെന്ന് ആർക്കും പറയാൻ കഴിയുകയില്ല. പിന്നെ പുറകോട്ട് പോയി 9,000 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീരാമൻ ജനിച്ചു എന്ന് പറയുന്നത് 90,000 വർഷങ്ങൾക്ക് മുമ്പാണെന്നാണ് പറയുന്നത്. അങ്ങനെ നടന്നൊരു ജന്മം ഈ ഇട്ടാവട്ടത്തിലാണ് പിൻ പോയിൻ്റ് ചെയ്ത് എന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ അതെങ്ങനെ, അതിന് വല്ല അടിസ്ഥാനമുണ്ടോ? എൻ്റെ ഉത്തരവെന്താണ്? ഫെയ്ത്ത് ഈസ് എബവ് ഫാക്ട്സ്. ഇതാണ് ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. മതമേഖലയിൽ എക്കാലത്തും സ്ഥിതി ചെയ്തിട്ടുള്ള എല്ലാ സംഘർഷങ്ങളുടെയും മൂല കാരണം ഇതാണ്, ഇത് മാത്രമാണ്. അതുകൊണ്ട് കഴിയുന്നത്രയും ദയവായി നമ്മുടെ മതബോധത്തെ ജീവിത യാഥാർത്ഥ്യങ്ങളോട് കുറച്ചുകൂടെ ഒന്ന് സമന്വയിപ്പിച്ച് ഹാർമണൈസ് ദ പ്രൊഫഷൻസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് റിലിജിയൻ, the so-called articles of faith, or the understanding of the essence of one's faith with the essence of reality. നമുക്ക് യാഥാർത്ഥ്യബോധം നഷ്ടപ്പെടുമ്പോൾ നാം ഭ്രാന്തിൻ്റെ മേഖലയിലേക്ക് അറിയാതെ പ്രവേശിക്കുന്നു. The more we lose a sense of reality, the more we come closer to the world of insanity. ദയവായി മനസ്സിലാക്കുക. ഇതാണ് വലിയ ഭക്തിയായി ക്രിസ്ത്യാനികൾ കാണുന്നത്. ഇതെന്നെ നന്നേ സങ്കടപ്പെടുത്തുന്നു, എന്നെ ഭയപ്പെടുത്തുന്നു. തലമുറകൾക്ക് ഇത് വലിയ ശാപമാണ്. ജീവിക്കുവാൻ അറിയാത്തവരായി, ജീവിക്കുവാൻ കൊള്ളാത്തവരായി നമ്മുടെ സന്തതികളെ അധപ്പതിപ്പിക്കുന്ന ഒരു പരിപാടിയാണിത്. ഇത് ദയവായി മനസ്സിലാക്കുക. വെറും മൊണ്ണകൾക്കും പൊട്ടന്മാർക്കും കണ്ണടച്ച് നടക്കാനായിട്ടുള്ള ഒരു മാർഗമായി ലോകത്തിൻ്റെ വെളിച്ചമായ യേശു നൽകിയ മാർഗത്തെ ഈ വർഗം അധപ്പതിപ്പിച്ചു കളഞ്ഞു എന്നത് അസഹനീയമായ ഒരു വേദനയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ ദയവായി ചിന്തിക്കണമെന്ന് ഒന്നുകൂടെ വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങളിതിൻ്റെ പ്രതികരണങ്ങൾ സത്യസന്ധമായി അറിയിക്കുക. അവയെ ആസ്പദമാക്കി നമുക്ക് മുൻപോട്ട് ചിന്തിക്കുവാനും അന്വേഷിക്കുവാനും ഇടയാകട്ടെ. ഞാൻ ആത്യന്തികമായി വിശ്വസിക്കുന്ന ഒരു മർമ്മം യേശുവിൻ്റെ വാക്കാണ്. എന്താണ്? സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകൾ കൂടെ ഞാൻ ഓർമ്മിച്ചു കൊള്ളട്ടെ. സ്വാതന്ത്ര്യത്തിലേക്കല്ലോ ക്രിസ്തു നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനിമേലാൽ അടിമത്വത്തിൻ്റെ നുകത്തിൻ്റെ കീഴിൽ നിങ്ങളായിപ്പോകരുത്. അതുകൊണ്ടാണ് പറയുന്നത്. നന്ദി, നമസ്കാരം.